ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം സഹായം ഉണ്ടാകും. അത് അഭ്യർത്ഥിക്കുവാനാണ് ഈ പത്രസമ്മേളനം. അല്ല, അതൊക്കെ അവർ തരുന്നതല്ലേ. ഞാൻ പറയുന്നത് ഞങ്ങളങ്ങനെ ഒരു സ്വാഭാവികമായും അവരുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നു. സന്തോഷകരമാണ്, ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഈ ആശയം ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ പിന്തുണയൊക്കെ നമുക്ക് വരികയില്ല, സന്തോഷമില്ലേ. സംഘാടക സമിതി ദേവസ്വം ബോർഡാണല്ലോ. ദേവസ്വം ബോർഡല്ലേ ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡും മുഖ്യമന്ത്രി രക്ഷാധികാരി സ്വാഭാവികമായും നമ്മളിങ്ങനെ ഒരു ആശയം സർക്കാരിനോട് പങ്കുവച്ചപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘാടക സമിതി വേണ്ടേ. സംഘാടക സമിതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഒരു സംഘാടക സമിതിയാണ്. പിന്നെ രക്ഷാധികാരികൾ 3 പേർ: ബഹുമാനായ സ്പീക്കർ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, ബഹുമാനായ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി. ബാക്കി എല്ലാ മന്ത്രിമാരും പങ്കാളികളായ പിന്നെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും മാത്രമുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അതിനകത്ത് അല്ല, ചിലവ് ഞങ്ങൾ നോക്കുന്നത്, ഞങ്ങളിത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എടുക്കാതെ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ടൊരു 3-4 കോടി രൂപ ഉണ്ടാകുമെന്നാണ്. കാരണം ഈ 500 പേർക്ക് നമുക്ക് അക്കോമഡേറ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ എടുക്കണമല്ലോ. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ ഫുഡ്, അതെല്ലാം വെച്ചിട്ടൊരു ഏകദേശം ഒരു പിന്നെ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ബഡ്ജറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഓരോ കമ്മിറ്റികളും കൂടണം. അക്കോമഡേഷൻ കമ്മിറ്റിയുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയുണ്ട്, പ്രോഗ്രാം കമ്മിറ്റിയുണ്ട്, ഫൈനാൻസ് കമ്മിറ്റി ഉണ്ട്. അങ്ങനെ ഓരോ കമ്മിറ്റിയും അതിൻ്റെ ബഡ്ജറ്റ് കൂടി തരണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ബഡ്ജറ്റ് എത്രയാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ ഒരു 9 മണിക്ക് 9:30ക്കാണ് അല്ലേ നമ്മുടെ ഇനാഗുറൽ സെഷൻ. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അല്ല, സ്പോട്ട് രജിസ്ട്രേഷൻ അല്ല, ഇത് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശബരിമല പോർട്ടൽ വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിൽ തന്നെ ഉള്ള അതിലാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യുന്നത്. അതിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഏതാണ്ടൊരു കഴിഞ്ഞ ഒരു 7-8 വർഷം കൊണ്ട് ഈ പാസ്പോർട്ട് നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു 15,000 പേരുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി വന്നുകൊണ്ടിരിക്കുന്ന 3 വർഷം 2 വർഷം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു 4,000 പേർക്ക് നമ്മൾ ഇപ്പോൾ ഇതിൽ ഈ വെർച്വൽ ക്യൂവിൽ ലോഗിൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ളത് നമ്മൾ തുറന്നു കൊടുത്തു. അവരെ ഒരു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ അതെ തീർച്ചയായിട്ടും ഉദ്ഘാടനം ബഹുമാനായ മുഖ്യമന്ത്രിയാണ്. പിന്നെ ബാക്കി ഭരണഘടനാപരവും ആത്മീയവുമായ പ്രമുഖർ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങാണ്. ജനപ്രതിനിധികളും പൂർണ്ണമായും അയ്യപ്പ ഭക്തരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഇല്ല രജിസ്റ്റർ ചെയ്യാത്ത അല്ല. ഞങ്ങളതിൽ ഇപ്പോൾ 4,000 പേർക്ക് വിദേശത്തു നിന്നുള്ള 4,000 പേർക്ക് നമ്മൾ ഈ വെർച്വൽ ക്യൂ ലോഗിൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം കഴിഞ്ഞ ഒരു 3 വർഷമായി വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ളവർക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും നമുക്ക് വീണ്ടും രജിസ്റ്റർ. ഇപ്പോൾ നമ്മൾ അതിലൊരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു 800 പേര് പങ്കെടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 500 പേര് പങ്കെടുക്കും. കർണാടകത്തിൽ നിന്ന് 250, ആന്ധ്ര തെലങ്കാന 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 750, മറ്റ് സംസ്ഥാനങ്ങൾ ഇതൊഴിച്ചുള്ള മറ്റ് അറൗണ്ട് ദി ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നും 200 പേർ, വിദേശത്ത് നിന്ന് 500 പേർ എന്നുള്ളത് അവരെല്ലാം നമുക്ക് ഇതിൽ തന്നെ. അപ്പോൾ ഇത് നമുക്ക് നാളെ മറ്റന്നാളും കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് നമ്മുടെ വെർച്വൽ ക്യൂവിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലോഗിൻ ഇവിടെ നമ്മൾ തുറന്നു. നമ്മൾ ആദ്യം അപേക്ഷിക്കുന്ന ആളുകൾക്ക് വെർച്വൽ ക്യൂ ലോഗിൻ സെലക്ഷൻ ക്രൈറ്റീരിയ ഒറ്റ സെലക്ഷൻ ക്രൈറ്റീരിയ ഉള്ളൂ. ശബരിമലയിൽ നിരന്തരമായി വരുന്ന ആളുകൾ, ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവർ. കേരളത്തിൽ നിന്ന് 800 പേർ, തമിഴ്നാട്ടിൽ നിന്ന് 500 പേർ, കർണാടകത്തിൽ നിന്ന് 250 പേർ, ആന്ധ്ര തെലങ്കാന 750 പേർ,
750. അതായത് വരുന്ന നമുക്ക് ഈ വെർച്വൽ ക്യൂവിൽ വരുന്ന ഒരു ഇതനുസരിച്ചാണ് നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു രീതിയിലാണ്. ആന്ധ്ര തെലങ്കാന 750 പേർ, മറ്റു സംസ്ഥാനങ്ങളിൽ 200 പേർ, വിദേശത്തു നിന്നുള്ളവർ 500.